നമസ്കാരം. നമസ്കാരം. ഫവസ്, ഇന്ന് വളരെ നിർണായകമായ ചില നീക്കങ്ങളാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സാധാരണ പൊതുപ്രവർത്തകർ, മന്ത്രിമാരൊക്കെ മാധ്യമ സമ്മേളനങ്ങൾ വിളിക്കുമ്പോൾ വളരെ അച്ചടക്കത്തോടു കൂടി എന്നാൽ വിഷയാനുബന്ധിയായിട്ടുള്ള കുറുക്കിക്കൊള്ളുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കും. യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ റോൾ എടുത്തുകൊണ്ട് മാധ്യമങ്ങൾ എപ്പോഴും അതുമായി സഹകരിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പലപ്പോഴും മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ വിരൽ പിടിക്കുന്ന അല്ലെങ്കിൽ പൊട്ടിത്തെറിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ പിണറായി വിജയൻ പലപ്പോഴും മാധ്യമങ്ങളോട് കടുത്ത ഭാഷയിൽ കടുത്ത മുഖത്തോടു കൂടി പ്രതികരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. പലപ്പോഴും കടക്ക് പുറത്ത് എന്ന് പറയുന്നതും കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റൊരിടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാതെ പോയപ്പോൾ കൃത്യമായി തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, താങ്കൾ മുഖ്യമന്ത്രിയായതിൻ്റെ പേരിലാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. താങ്കളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ നാടിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അതിന് പ്രതികരിക്കണം, പ്രതികരിച്ചിട്ടേ പോകാവൂ എന്ന് നട്ടലുയർത്തി എന്നുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നതും ഈ കഴിഞ്ഞ 2026 തെരഞ്ഞെടുപ്പിന് മുൻപാണത്. മടങ്ങി എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചു വന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് നാം കണ്ടതാണ്. പറഞ്ഞു വരുന്നത്, മാധ്യമപ്രവർത്തകർ അത്രത്തോളം വലിയൊരു സ്വാധീന ശക്തിയായി സമൂഹത്തിൻ്റെ അഞ്ചാം പത്തി അല്ലെങ്കിൽ അഞ്ചാം തൂണെന്നൊക്കെ പറയുന്ന തരത്തിൽ വർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇവിടെ വയനാട് MLA കൂടിയായ കൃഷി വകുപ്പ് മന്ത്രി സിദ്ദിഖിൻ്റെ ഒരു പത്രസമ്മേളനത്തിലുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഫവാസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഫവാസ് ശ്രദ്ധിച്ച് കാണും. പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം സിദ്ദിഖ് നിയമസഭയുടെ മാധ്യമപ്രവർത്തകർക്കുള്ള ആ വേദിയിൽ വന്നുകൊണ്ട് മാധ്യമ സമ്മേളനം നടത്തുന്നു. ഈ മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർക്ക് താല്പര്യമില്ലാത്ത മറ്റൊരു അതിഥി കൂടി എത്തുന്നു. കൃഷി വകുപ്പ് സെക്രട്ടറിയായ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ. അദ്ദേഹം ഡോക്ടറാണ്. കൂടാതെ അദ്ദേഹം IAS കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, സർവീസിലുണ്ടായിരുന്നു. എന്നാൽ 2019 നടന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ തന്നെയാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് മീഡിയ വണ്ണിൻ്റെ മാധ്യമപ്രവർത്തകനായിരുന്നു KM ബഷീർ എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ സഞ്ചരിച്ചിരുന്ന കാറിടിച്ച് കൊലപ്പെടുത്തിയത്. ബഷീർ ഒരു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ആ കൊലപാതകത്തിൽ ഏറെ സങ്കടപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ. പിന്നീട് ആ കേസ് തേഞ്ഞുമാഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ശ്രീറാം വെങ്കിട്ടരാമനെ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ശ്രീറാം വെങ്കിട്ടരാമൻ അന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപകടം നടക്കുന്ന സമയത്ത്. എന്നാൽ അദ്ദേഹം സർക്കാർ സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ പോകാതെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ബ്ലഡിലെ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് മാറുന്നതുവരെ അദ്ദേഹത്തെ ആശുപത്രിയിൽ വയ്ക്കുന്നു. പിന്നീടാണ് അതിനുശേഷമാണ് അദ്ദേഹം രക്തപരിശോധനയ്ക്കെല്ലാം വിധേയനായത് എന്നുകൂടി അന്ന് വലിയ വാർത്തയുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം പിന്നീട് കോവിഡ് കാലഘട്ടത്തിൽ 2020 ശ്രീറാം വെങ്കിട്ടരാമൻ തിരിച്ച് ഉദ്യോഗത്തിൽ കയറുന്നതും. എന്നാൽ പിന്നീട് ഒരിക്കലും അദ്ദേഹം മാധ്യമപ്രവർത്തകർ ഇതുപോലെ മാധ്യമ സമ്മേളനം നടക്കുന്ന വേദിയിലൊന്നും പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകർക്ക് ഉള്ളൊരു വികാരം, തങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു അപകടമരണത്തിൽ കൊല ചെയ്യപ്പെട്ടു. അപകടമരണമാണെന്ന് പറയുന്നു. ഇപ്പോഴും പല ആളുകളും അത് കൊലപാതകമാണ് എന്നൊക്കെ വിശ്വസിക്കുന്നു. അതിൻ്റെ ദുരൂഹതകളിലേക്കൊന്നും നമുക്ക് കടക്കുന്നില്ല. എന്നാൽ മാധ്യമപ്രവർത്തകനായ KM ബഷീറിൻ്റെ മരണത്തിൽ ഉത്തരവാദിയായ ഒരാളുമായി ഞങ്ങൾക്ക് ഒരു കാരണവശാലും വേദി പങ്കിടാൻ സാധിക്കില്ല എന്ന് മന്ത്രി സിദ്ദിഖിനെ അറിയിക്കുകയും ശ്രീറാം വെങ്കിട്ടരാമൻ ഈ ചടങ്ങിൽ സംബന്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചടങ്ങ് ബഹിഷ്കരിക്കും എന്നാണ് സിദ്ദിഖിനോട് പറഞ്ഞത്. മന്ത്രി സിദ്ദിഖാവട്ടെ, ഞാൻ പറഞ്ഞു വന്ന സബ്ജക്റ്റ് ഒന്ന് പൂർത്തിയാകട്ടെ, അതുവരെ നിങ്ങളൊന്ന് ക്ഷമിച്ചിരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും മാധ്യമപ്രവർത്തകർ സമ്മതിച്ചില്ല. താങ്കൾക്ക് പറയാനുള്ളത് പറയാം, ഞങ്ങൾ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പുറത്തു പോകും എന്ന് പറഞ്ഞു. എല്ലാ മാധ്യമപ്രവർത്തകരും ഒരേപോലെ തന്നെ ശബ്ദമുയർത്തി സംസാരിച്ചപ്പോൾ പലപ്പോഴും ഈ നിയമസഭയുടെ മാധ്യമ വിങ്ങായ അല്ലെങ്കിൽ ഈ പത്രസമ്മേളനം നടക്കുന്ന ഈ വേദിയിൽ KM ബഷീർ ഒട്ടനവധി തവണ ഇവിടെ ഇന്ന് പ്രതിഷേധിച്ച മാധ്യമപ്രവർത്തകർ ഒരുമിച്ചിരുന്ന് പല വാർത്താ സമ്മേളനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് മാധ്യമപ്രവർത്തകർ അവരുടെ പ്രതികരണവും പ്രതിഷേധവും അറിയിച്ചത്. മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ സ്വമേധയാ തന്നെ ആ വേദി വിട്ട് ഹാള് വിട്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയും കണ്ടു.
ഇവിടെ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന ഒരു മാധ്യമപ്രവർത്തകനോട് കാണിച്ച സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും അനീതിയെ ഓർത്തുകൊണ്ട് അതിന് ഒരു കാരണവശാലും അനുകൂലിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ ഒരു പെരുമാറ്റ രീതിയിലൂടെ അല്ലെങ്കിൽ പ്രതികരണത്തിലൂടെ പ്രതിഷേധത്തിലൂടെ വ്യക്തമാക്കിയത്. അത് തടയാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ മന്ത്രിക്കോ ആയില്ല, ശ്രീരാം വെങ്കിട്ടരാമനുമായില്ല. എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് ഇതിനെ നോക്കിക്കാണുന്നത്? ടി സിദ്ദീഖിനെ പോലെയുള്ള പമ്പര വിഡ്ഢികൾ ഒരുപാടെണ്ണം കോൺഗ്രസ്സിലുണ്ട് എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സത്യാവസ്ഥയാണ്. അപ്പം ഇത്തരത്തിലുള്ള കോൺഗ്രസ് നമുക്കറിയാം, ഈ വിഷയം ഉണ്ടാകുമ്പം അന്ന് കോൺഗ്രസ്സാണ് പിന്നെ പ്രതിപക്ഷത്ത്. അപ്പം ഇത്തരത്തിലുണ്ടാകുമ്പോൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്, IAS ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ഇതേപോലെ കുടിച്ച് ലെക്കായി, അദ്ദേഹമല്ല വണ്ടി ഓടിച്ചത്, വേറൊരു വ്യക്തിയാണെന്നുള്ള തലത്തിലുള്ള ഒരു സംഭവം പുറത്തുണ്ട്. പക്ഷേ ഒരു സ്ത്രീ ആയിരുന്നു എന്ന് തന്നെ പറയപ്പെടുന്നുണ്ട്. ആ സ്ത്രീയുടെ പേരുകളൊന്നും നമ്മൾ പറയുന്നില്ല. അത് ശ്രീരാം വെങ്കിട്ടരാമൻ്റെ ബന്ധുവോ അല്ലെങ്കിൽ മറ്റാരും ആയിരുന്നില്ല, സഹപ്രവർത്തകയായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി മദ്യപിച്ച് അദ്ദേഹം വണ്ടിയിലുണ്ടായിരുന്നു, ആ സമയത്ത് സഹപ്രവർത്തക അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചില ദുരൂഹതകളൊക്കെ നിഴലിക്കുന്നുണ്ട്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഫവാസിന് തുടരാം. അപ്പം അങ്ങനെ അദ്ദേഹമല്ല വണ്ടി ഓടിച്ചത്, മറ്റൊരു വ്യക്തിയായിരുന്നു എന്നുള്ള തരത്തിൽ. ഇത് ആരാണെന്ന് നമുക്കറിയില്ല, ആ വിഷയത്തെക്കുറിച്ച് എനിക്കും വല്ലാണ്ട് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ടി സിദ്ദീഖ് അന്ന് കൃത്യമായ നിലപാടെടുത്ത ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇത്തരത്തിലുള്ള ഒരാൾ ഒരു കാരണവശാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗവാക്കാക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ നിലപാടെടുത്തതാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിന്നീട് മാറ്റി നിർത്തുന്നതല്ല നമ്മൾ കണ്ടവരാണ്. അന്ന് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭത്തിന് മുമ്പിൽ ഇറങ്ങിയത് ഈ പറഞ്ഞ പോലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സമസ്ത AP വിഭാഗത്തിലെ ആൾക്കാരായിരുന്നു. അവരടക്കമുള്ള നമുക്കറിയാം, CPMൻ്റെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയുടെ അടിത്തട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാറുള്ളത് ഈ പറഞ്ഞ പോലെ മുജാഹിദ്, സുന്നി, EK വിഭാഗം, ലീഗിൻ്റെ കൂടെ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മാത്രമാണ് വോട്ട് ചെയ്യാറുള്ളത്. മുസ്ലിം വിഭാഗത്തിൻ്റെ നല്ലൊരു അരിവാൾ സുന്നികൾ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന സുന്നികളാണ് പൊതുവെ CPMൻ്റെ വോട്ട് ബാങ്ക്. അവരടക്കം അതിശക്തമായിട്ട് പിണറായി വിജയനെതിരെ ഇവർക്ക് രംഗത്ത് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തപ്പെടുന്നു. പിന്നീട് കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരി വരുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ആരും അറിയാണ്ട് വീണ്ടും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിലോട്ട് എത്തുന്നു, വീണ്ടും വർക്കിലോട്ട് ഡോക്ടർ കൂടിയാണ് എന്നുള്ളതാണ്. അതിപ്പം പല IAS ഡോക്ടർ സരിൻ എടുത്തു കഴിഞ്ഞാലും സരിൻ IAS കാരനാണ്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പം സിവിൽ സർവീസിൽ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും ചില ആൾക്കാർ MBBS ആയിരിക്കും, ചില ആൾക്കാർ എഞ്ചിനീയർ ആയിരിക്കും. അപ്പം പല രീതിയിൽ ഇപ്പം ഞാനും സിവിൽ സർവീസിന് പഠിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ജേർണലിസം ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ ഈ സാധനം എക്സാം എഴുതാറുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഈ പറഞ്ഞ പോലെ ശബരിനാഥൻ്റെ MLA ശബരിനാഥൻ്റെ ഭാര്യയായ കളക്ടർ, അവരും ഡോക്ടറേറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ കൃത്യമായി നിലപാടെടുക്കേണ്ട ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ CPM ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. പിൻവാതിലൂടെ വീണ്ടും കയറി എന്നുള്ളതാണ്. അത് ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ കോവിഡിൻ്റെ മറവിൽ ഇദ്ദേഹം കയറുന്നു വീണ്ടും. അന്നേ ഈ മാധ്യമപ്രവർത്തകർ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞതാണ്, ഇനി അദ്ദേഹം ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം അന്നേ ഈ മാധ്യമപ്രവർത്തകർ, അതിൽ നമുക്ക് ഒരു മാധ്യമപ്രവർത്തകരോട് യാതൊരുവിധ വിയോജിപ്പില്ല. കാരണം അവരെ കൂട്ടത്തിൽ ഇപ്പം സാറും ഞാനൊക്കെ മാധ്യമപ്രവർത്തകർ, നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ ഇതേപോലെ ഉണ്ടാക്കി പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും കടമയാണ്. അപ്പോൾ അത്തരത്തിൽ മാധ്യമപ്രവർത്തകർ എടുത്ത ഒരു തീരുമാനത്തെ ഞാനും പൂർണ്ണമായി യോജിക്കുന്നു. അല്ല, അത് മാത്രമല്ല ഫവാസ്, ഇപ്പോൾ അത് നമ്മുടെ ഒരു വർഗ്ഗബോധം മാത്രമല്ല അതിലുണ്ടായത്. ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന KM ബഷീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നീതിയുക്തമായ ഒരു അന്വേഷണം അതിൽ നടന്നില്ല. അതാണ് സങ്കടം. അതായത് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു, ഒരു വീടിന്റെ പ്രതീക്ഷയായിരുന്നു. അത് അപകടം ആർക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ആരുടെയും കുറ്റമല്ല എന്നൊക്കെ നമുക്ക് പറയാം. എങ്കിൽ അത്തരം ഒരു അപകടം നടക്കുമ്പോൾ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു. ഈ സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ യഥാസമയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹത്തിനും ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ച സാമൂഹ്യ രംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ മരണം നടക്കുമ്പോൾ തീർച്ചയായും അത് നീതിയുക്തമായൊരു അന്വേഷണത്തിലൂടെ പ്രതികളെ കണ്ടെത്തുകയും അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും മാതൃകാപരമായി കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക എന്നൊക്കെയുള്ള അത്തരം കാര്യങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകരുടെ പരാതി. ഇപ്പോഴും അത് തന്നെയാണ്. ഈ ശ്രീരാം വെങ്കിട്ടരാമനെ അവർ നിഷേധിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ അവർ ഉപേക്ഷിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പം എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ മാധ്യമങ്ങൾ അന്നേ നിലപാട് പറഞ്ഞതാണ്, അദ്ദേഹമായിട്ടുള്ളൊരു വേദി പങ്കിടൽ ഇനി ഞങ്ങളില്ല എന്നുള്ള തരത്തിൽ. അതുമാത്രമല്ല, അന്ന് CPMനെതിരെ ഇദ്ദേഹത്തെ തിരിച്ചു കയറ്റിയതിന് CPMനെതിരെ അതിശക്തമായി പോരാടിയ അല്ലെങ്കിൽ വിമർശിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതേ കോൺഗ്രസിൻ്റെ മന്ത്രിയാണ് ഇന്ന് വിജയിച്ച് ഒരു മാസം കയറുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ശ്രീരാം വെങ്കിട്ടരാമനെ ഇരുത്തുന്നത്. അപ്പം ഇത്തരത്തിൽ ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസ്സിൽ പല വിഡ്ഢികളുണ്ട്. അത്തരത്തിലുള്ള ഒരു വിഡ്ഢിയാണ് ഈ പറഞ്ഞ പോലെ ടി സിദ്ദീഖ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ലീഗിൻ്റെ സപ്പോർട്ടോട് കൂടി വയനാട് ജയിച്ചു എന്നല്ലാതെ
യാതൊരുവിധ രാഷ്ട്രീയത്തിൽ എന്താണെന്ന് പോലും അറിയാത്ത, രാഷ്ട്രീയത്തിന് നിലപാടില്ലാത്ത, ഇപ്പം സതീശനെ നമുക്കറിയാം എങ്ങനെ ജയിച്ചു എന്നുള്ളതല്ല, രാഷ്ട്രീയത്തിൽ നിലപാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രശ്നം ചെയ്തിട്ട് അദ്ദേഹത്തെ വീണ്ടും പിന്നെ കൂടെ പിടിച്ചിരുത്തുക എന്ന് പറയുമ്പം കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ഒരു ചിന്താഗതി, അവരുടെ പേഴ്സ്പെക്റ്റീവും തോട്ടും ഐഡിയോളജി എല്ലാം എവിടെ കിടക്കുന്നു എന്നുള്ള, അവരൊക്കെ ഇനി രാഷ്ട്രീയത്തിൽ നിലനിൽക്കണോ എന്നുള്ള പോലും വലിയ ചോദ്യചിഹ്നമാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരാണ് കോൺഗ്രസ് എക്കാലത്തും വലിയ ശാപം. കോൺഗ്രസിൻ്റെ ഒരു പരിധി വരെ തോൽക്കാനുള്ളൊരു കാരണം ഇത്തരത്തിലുള്ള ലീഡർമാർ പല ഭാഗത്തും ഉള്ളത് കൊണ്ട് കൂടിയാണ്. അല്ല, ഇത് ഫവാസ് പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മാത്രം ഒരു പ്രശ്നമല്ല. കാരണം ഇവരെല്ലാവരും രാഷ്ട്രീയക്കാരെന്ന രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്കൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടാവും. എന്നതിലുപരി ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രത്തിൻ്റെ പുരോഗമനോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാടിനും ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നാടിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇവർക്ക് ഏത് തരത്തിലുള്ള ഒരു ഭാവനയാണുള്ളത് അല്ലെങ്കിൽ മുൻകരുതലാണുള്ളത്, രാജ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ചോ, ലോകത്തിൻ്റെ ഇപ്പോഴത്തെ പോക്കിനെക്കുറിച്ചോ, വികസനോന്മുഖമായ രീതിയിൽ നമ്മുടെ നാടിനെ ലോകോത്തരമായ രീതിയിലേക്ക് ലോകത്തോടൊപ്പം നടത്തിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് പദ്ധതികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 100-ന് ഒരു 60% രാഷ്ട്രീയ പ്രവർത്തകരും അക്കാര്യത്തിൽ അജ്ഞർ തന്നെയായിരിക്കും. അതായത് പഠിച്ച കൂടെ നടന്ന നേതാക്കന്മാരുടെ ഒപ്പം നടന്ന് ജയ് വിളിച്ച് പഠിച്ച രാഷ്ട്രീയമല്ലാതെ അതിനപ്പുറത്തേക്ക് ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, എന്താണ് രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജനതയ്ക്ക് ഈ രാഷ്ട്രീയം കൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മൾ ഫലപ്രദമായ രീതിയിൽ ഒരു ഭരണം നടപ്പാക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ, എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ആവിർഭാവം ചെയ്യിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പല മുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ബബ്ബടിക്കുന്നത് അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെയാണ് വാസു പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയത്തിലുപരിയായി മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത കുറേ ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ പലരും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ നമ്മളൊരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല പാഠങ്ങളുണ്ട്. അത്തരം പല പാഠങ്ങൾ ശീലിക്കാത്ത പല രാഷ്ട്രീയക്കാരുണ്ട്. പ്രമുഖരായ നേതാക്കന്മാർ വരെയുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ല. അപ്പോൾ അത് ഇവർ ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത് ഈ ശ്രീരാം വെങ്കിട്ടരാമനെ പോലുള്ള IAS ഉദ്യോഗസ്ഥരെ വച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ധിഷണ വൈഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത്. അത്തരം രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകളുണ്ട്. കാരണം നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ, ലോകപരിചയമുള്ള ആളുകളൊക്കെ ധാരാളമുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശൻ വരെ അതിനുദാഹരണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്ത ആളുകൾ രാഷ്ട്രീയത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത് രാഷ്ട്രീയം മാത്രം പഠിച്ചു വരുന്ന ആളുകൾക്ക് ഈ ലോകത്തോടൊപ്പം നമ്മുടെ നാടിനെ എങ്ങനെ നയിക്കണം എന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ ശ്രീരാം വെങ്കിട്ടരാമനെ പോലുള്ള IAS ഉദ്യോഗസ്ഥരുടെ തണലിൽ അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി ഭരണം നടത്തുന്നത്. അത് പലപ്പോഴും പല ആളുകളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. എന്തായാലും ഇവിടെ മാധ്യമപ്രവർത്തകരൊരു തീരുമാനം കൈക്കൊണ്ടു. ഒന്നുകിൽ ശ്രീരാം വെങ്കിട്ടരാമൻ പുറത്തു പോകണം, അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിച്ചിറങ്ങി പോകും എന്ന് സിദ്ദിഖിനെ പോലുള്ള ഒരു മന്ത്രിയോട് പറയുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ആവശ്യത്തിന് വഴങ്ങാതിരിക്കാൻ സിദ്ദിഖിനായില്ല. ശ്രീരാം വെങ്കിട്ടരാമൻ എന്തായാലും സമയോചിതമായ ഒരു തീരുമാനം അവിടെ കൈക്കൊണ്ടു. ഞാൻ പുറത്തു പോകാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. അത്രയും നല്ലത്. എന്തായാലും ആരോടും ഒരു അനീതി കാണിക്കാൻ പാടില്ല. അനീതി കാണിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് എവിടെയെങ്കിലുമൊക്കെ തരത്തിൽ പ്രതിഷേധിക്കും. നീതിയുക്തമായ ഭരണം നടത്താൻ എല്ലാവർക്കും സാധിക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടികൾ വന്നാലും മാധ്യമപ്രവർത്തകരോടാവട്ടെ, സമൂഹത്തോടാവട്ടെ, മാധ്യമപ്രവർത്തകർ സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ ആരോടും നീതിയുക്തമായ രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കും, ആരോടും പ്രതിപത്തിയോ വിപ്രതിപത്തിയോ കാണിക്കില്ല എന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന ആളുകൾ നീതിയുക്തമായ രീതിയിൽ നാടിനെ നയിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. അവരുടെ ഭാഗത്തു നിന്നും ഒരു അലംഭാവം ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് പ്രസ് ക്ലബ്ബിൽ കണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ സിദ്ദീഖിന് നിലപാടില്ല എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പഠിച്ചത് കോൺഗ്രസ് നെഹ്റുവിൻ ഐഡിയോളജി ആ തോട്ട് മാത്രമാണ്. ഇപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഐഡിയോളജി ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ തൊഴിലാളി വർഗ ഐഡിയോളജി അത് കീപ്പ് ചെയ്യുന്നവരാണ് അവർ. അതിനപ്പുറം കോൺഗ്രസിൻ്റെ നെഹ്റുവിൻ ഐഡിയോളജിക്ക് അപ്പുറം CPM കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിക്ക് പകരം BJP ഹിന്ദുത്വ ഐഡിയോളജിക്ക് പകരം അവിടെ കോമൺ ആയി നിൽക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട്, മനുഷ്യന്മാരുടെ ഐഡിയോളജി എന്ന് പറയുന്നത്, അവരുടെ നിലപാട് എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ശ്രീരാം വെങ്കിട്ടരാമൻ ചെയ്ത ഈ കാര്യത്തിൽ എന്താ പറയുക, ബഷീറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ വികാരമായിരുന്നു അത്.
ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ മാറ്റി നിർത്തണം എന്നുള്ളത്. അപ്പം ആ നിലപാട് മറന്നുകൊണ്ട് കൂടെ ഇരുത്തി എന്നുള്ളതാണ്. അല്ലാണ്ട് കോൺഗ്രസ് ഐഡിയോളജി അദ്ദേഹം മറന്നു എന്നുള്ളതല്ല. ജനങ്ങളുടെ ഐഡിയോളജി, ജനങ്ങളുടെ നിലപാട് എന്താണോ ആ നിലപാടിൽ നിന്നും മാറി ഒരു മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ തൻ്റെ എല്ലാ നിലപാടുകളും മാറി ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂടെ കൂട്ടുന്നു എന്നുള്ളൊരു സാധനത്തെയാണ് ഞാനടക്കം എതിർക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ മന്ത്രിമാരുടെ പ്രവർത്തനത്തിൽ നിന്ന് കോൺഗ്രസ് പുറകോട്ട് പോകുന്നു പ്രതീക്ഷിക്കുന്നു. അല്ലാണ്ട് ഇക്കാര്യത്തിൽ പേഴ്സണലി ഒരു മന്ത്രിമാരോടും നമുക്ക് യാതൊരുവിധ വിയോജിപ്പുമില്ല. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇത് പറയാണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല. അല്ല, കക്ഷി രാഷ്ട്രീയത്തിൽ ഉപരിയായി മാനവവംശത്തിൻ്റെ വിചാരങ്ങളെ മാനിക്കാൻ സാധിക്കാത്ത ഒരു ഭരണാധികാരിക്കും എവിടെയും നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ലോകരാജ്യങ്ങൾ അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുതന്നെ നമ്മുടെ മന്ത്രിമാരും പൊതുപ്രവർത്തകരും മനസ്സിലാക്കണം. തീർച്ചയായും മനുഷ്യഹിതമനുസരിച്ച് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഭരിക്കാനും സാധിക്കണം.